അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. 5ാം ക്ലാസ്സിലെ ദുറൂസുൽ ഇസ്ലാം 1ാം ഭാഗത്തിലെ 19ാമത്തെ പാഠം അസദുല്ലാ റളിയല്ലാഹു അൻഹു. ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചാണ് ഈ പാഠത്തിലൂടെ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. 4 ഖലീഫമാരിൽ അവസാനത്തെ ഖലീഫയാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനെ കുറിച്ച് നമ്മൾ പഠിച്ചു. ഉമർ റളിയല്ലാഹുവിനെ കുറിച്ച് പഠിച്ചു. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പഠിച്ചു. ഇനി നമ്മൾ അലി റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചാണ് വായിക്കാൻ പോകുന്നത്. പാഠം വായിക്കാം. അള്ളാഹുവിലും റസൂലിലും ഇഷ്ടപ്പെടുന്ന ഒരാൾക്ക് നാളെ ഞാൻ ഈ പതാക നൽകും. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ മുസ്ലിങ്ങൾ യുദ്ധം വിജയിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ പ്രഖ്യാപനം സ്വഹാബികളെ ആവേശഭരിതരാക്കി. ഖൈബർ യുദ്ധത്തിൽ യഹൂദികൾ നിർമ്മിച്ച ശക്തമായ കോട്ടകളെ കീഴ്പ്പെടുത്താൻ മുസ്ലിങ്ങൾക്ക് കഴിഞ്ഞിരുന്നില്ല. ഈ സാഹചര്യത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ പ്രഖ്യാപനം നടത്തിയത്. സ്വഹാബികൾ ആകാംക്ഷയോടെ കാത്തിരുന്നു. നേരം പുലർന്നു. പ്രമുഖരായ പല സ്വഹാബികളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലെത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചു, അലി എവിടെ? അലി റളിയല്ലാഹു അൻഹു എവിടെ എന്നെന്ത് ചെയ്തു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്ത് ചെയ്തു? ചോദിച്ചു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രഖ്യാപിച്ചത് എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രഖ്യാപിച്ചത് അള്ളാഹുവും റസൂലും ഇഷ്ടപ്പെടുന്ന ഒരാൾക്ക് നാളെ ഞാൻ എന്ത് ചെയ്യും? ഈ പതാക നൽകും. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ മുസ്ലിങ്ങൾ എന്ത് ചെയ്യും? വിജയിക്കും. റസൂലുള്ളാഹി പറയുന്നത് വേറെ ആരുമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഈ പ്രഖ്യാപനം സഹാബികളിൽ ആവേശഭരിതരാക്കി. ആവേശം ഉണ്ടാവില്ലേ? ഉണ്ടാകും, സ്വാഭാവികമായിട്ടുണ്ടാകും. അങ്ങനെ റസൂലുള്ളാഹി പറയണത്, റസൂലുള്ളാഹി പറയാണ്, നാളെ ഞാൻ എന്ത് ചെയ്യും? ഈ പതാക ഒരാളുടെ കയ്യിൽ നൽകും. അള്ളാഹു റസൂൽ ഇഷ്ടപ്പെടുന്ന ഒരാൾ, അദ്ദേഹത്തിലൂടെ ആ യുദ്ധത്തിൽ അവർ വിജയിക്കും ചെയ്യുന്നു. ഇപ്പോൾ സ്വാഭാവികമായിട്ട് അള്ളാഹും റസൂലും ഇഷ്ടപ്പെടുന്ന ആൾ ഞാനായിരിക്കണം എന്ന് ഓരോരുത്തർക്കും ആഗ്രഹം ഉണ്ടാവുമല്ലോ. എൻ്റെ കയ്യിലായിരിക്കും പതാക നൽകേണ്ടതെന്ന്. അതുകൊണ്ടാണ് സ്വഹാബികൾ നേരം പുലർന്ന ഉടനെ എന്ത് ചെയ്ത് പല സ്വഹാബികളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തിലെത്തിയത്. അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിക്കുന്നത്, എവിടെ അലിയാർ തങ്ങളെ? അലി റളിയല്ലാഹു അൻഹു എവിടെ? അദ്ദേഹം ചെങ്കണ്ണ വായിച്ച് വിശ്രമത്തിലാണ്. അവർ പറഞ്ഞു, സ്വഹാബികൾ പറഞ്ഞു, എന്തേ? ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു അൻഹു ചെങ്കണ്ണ വാദിച്ച് വിശ്രമത്തിലാണ്. ഉടനെ അദ്ദേഹത്തെ വിളിച്ചു. അവിടുത്തെ ഉമിനീര് കൊണ്ട് കണ്ണ് തടവി. അലി റളിയല്ലാഹു അൻഹുവിൻ്റെ രോഗം സുഖപ്പെട്ടു. തുടർന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അലി റളിയല്ലാഹു അൻഹുവിൻ്റെ കയ്യിൽ പതാക നൽകി. അപ്പോൾ അലി റളിയല്ലാഹു അൻഹു എവിടെയെന്ന് ചോദിച്ചപ്പോൾ സ്വഹാബികൾ പറഞ്ഞു, അലി റളിയല്ലാഹു അൻഹു ചെങ്കണ്ണ് ബാധിതനായിട്ട് എവിടെ ഉള്ളത്? വീട്ടിലാണുള്ളത്, വിശ്രമത്തിലാണ്. അപ്പോൾ നബി തങ്ങൾ ഉടനെ അലി റളിയല്ലാഹു അൻഹു വിളിച്ചു കൊണ്ടുവരാൻ പറഞ്ഞു. അങ്ങനെ അലി റളിയല്ലാഹു അൻഹു വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ ഷറഫാക്കപ്പെട്ട തുപ്പിനീരെടുത്തുകൊണ്ട് അലി റളിയല്ലാഹു അൻഹുവിൻ്റെ കണ്ണ് തടവി. അലി റളിയല്ലാഹു അൻഹുവിൻ്റെ ആ രോഗം സുഖപ്പെട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഅ്ജിസത്താണത്. അങ്ങനെ അലിയാർ തങ്ങളുടെ കയ്യിൽ, അലി റളിയല്ലാഹു അൻഹുവിൻ്റെ കയ്യിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പതാക നൽകി. ശക്തമായ പോരാട്ടത്തിന് ശേഷം മുസ്ലിങ്ങൾ ഖൈബർ കീഴടക്കി. അലി റളിയല്ലാഹു അൻഹുവിൻ്റെ യുദ്ധ നൈപുണ്യമായിരുന്നു അതിന് വഴി തെളിയിച്ചത്. അലി റളിയല്ലാഹു അൻഹുവിൻ്റെ യുദ്ധ നൈപുണ്യമായിരുന്നു അതിന് വഴി തെളിയിച്ചത്. ഏത്? ആ യുദ്ധത്തിലുള്ള വിജയത്തിന്. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ഷഹാദത്തിന് ശേഷം അലി റളിയല്ലാഹു അൻഹുവിനെ ഖലീഫയായി തെരഞ്ഞെടുത്തു. അന്ന് അദ്ദേഹത്തെക്കാൾ ഖിലാഫത്ത് അർഹനായ മറ്റാരുമുണ്ടായിരുന്നില്ല. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ വഫാത്തിന് ശേഷം അലി റളിയല്ലാഹു അൻഹുവിനെ ഖലീഫയായി തിരഞ്ഞെടുക്കാം. ഇനി ആരായിരുന്നു അലി റളിയല്ലാഹു അൻഹു? 10 വയസ്സുള്ളപ്പോൾ അലി റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിച്ചു. കുട്ടികളിൽ ആദ്യമായി ഇസ്ലാം സ്വീകരിക്കുന്നത് അദ്ദേഹമായിരുന്നു. മദീനയിലേക്ക് ഹിജ്റ പോകുന്ന രാത്രിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വധിക്കാൻ ശത്രുക്കൾ കാത്തിരുന്നപ്പോൾ അവിടുത്തെ വിരിപ്പിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കിടത്തിയത് അലി റളിയല്ലാഹു അൻഹുവിനെയാണ്. എന്താ പറഞ്ഞാൽ അലി റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച്? അലി റളിയല്ലാഹു അൻഹു കുട്ടികളുടെ കൂട്ടത്തിൽ ആദ്യമായിട്ട് ഇസ്ലാം സ്വീകരിച്ചത് അലി റളിയല്ലാഹു അൻഹു ആണ്. 10 വയസ്സുള്ളപ്പോൾ അലി റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട്. അങ്ങനെ മദീനയിലേക്ക് ഹിജ്റ പോകുന്ന ആ രാത്രിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ശത്രുക്കൾ വധിക്കാൻ വേണ്ടി വീട് വളഞ്ഞ ആ ഒരു സാഹചര്യത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ വിരിപ്പിൽ കിടത്തിയത് ആരെയാണ്? അലി റളിയല്ലാഹു അൻഹുവിനെയാണ്. കാരണം അലി റളിയല്ലാഹു അൻഹു അത്രയും വലിയ ധീരനായിരുന്നു. ഇൻഷാ അല്ലാഹ് പാഠത്തിൽ ഇത് പറയുന്നുണ്ട്. ഖുറൈശികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഏൽപ്പിച്ച സൂക്ഷിപ്പ് സ്വത്തുക്കൾ ഉടമസ്ഥർക്ക് നൽകാനായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെയാണ് ചുമതലപ്പെടുത്തിയത്. മദീനയിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോകുന്ന ആ സമയത്ത്
ഖുറൈശികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കയ്യിൽ ഒരുപാട് സാധനങ്ങൾ സൂക്ഷിക്കാൻ ഏൽപ്പിച്ചിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ വളർന്നത് എങ്ങനെയാണ്? അൽ അമീൻ എന്ന വിശ്വസ്തനായിട്ട് അവിടെ വളർന്നത്. പിന്നെ എപ്പോഴാണ് അവർക്ക് ശത്രുവാകുന്നത്? ദീനിൻ്റെ പേര് പറഞ്ഞ് ഇസ്ലാമിലേക്ക് ജനങ്ങളെ ക്ഷണിക്കാൻ തുടങ്ങിയപ്പോഴാണ് അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ശത്രുവായത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കയ്യിൽ ഒരുപാട് സ്വത്തുകൾ അവർ സൂക്ഷിപ്പ് സ്വത്തായിട്ട് ഏൽപ്പിച്ചിട്ടുണ്ട്. കാരണം അത്രക്കും വിശ്വസ്തരായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. ആ വസ്തുക്കളൊക്കെ തിരിച്ചു നൽകാൻ വേണ്ടി ആരെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏൽപ്പിച്ചത്? ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു അൻഹുവിനെയാണ് ഏൽപ്പിച്ചത്. തബൂക്ക് ഒഴികെയുള്ള എല്ലാ യുദ്ധങ്ങളിലും അദ്ദേഹം പങ്കെടുത്തു. തബൂക്ക് ഒഴികെയുള്ള എല്ലാ യുദ്ധങ്ങളിലും അലി റളിയല്ലാഹു അൻഹു പങ്കെടുത്തിട്ടുണ്ട്. എന്തുകൊണ്ടാണ് തബൂക്ക് യുദ്ധത്തിൽ പങ്കെടുക്കാതിരുന്നത്? തബൂക്ക് യുദ്ധവേളയിൽ മദീനയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രതിനിധിയായി നിർത്തിയത് അദ്ദേഹത്തെയാണ്. തബൂക്ക് യുദ്ധത്തിന് പോകുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മദീനയിലെ പ്രതിനിധിയായിട്ട് ആരെ നിർത്തിയത്? അലി റളിയല്ലാഹു അൻഹുവിനെയാണ് നിർത്തിയത്. അതുകൊണ്ടാണ് അലി റളിയല്ലാഹു അൻഹു യുദ്ധത്തിൽ പങ്കെടുക്കാതിരുന്നത്. ധീരയോദ്ധാവ്, പ്രഗൽഭ പ്രസംഗകൻ, ഉന്നത പണ്ഡിതൻ, സാഹിത്യകാരൻ എന്നീ നിലകളിൽ അദ്ദേഹം പ്രശസ്തനായിരുന്നു. ഏതെല്ലാം നിലകളിൽ അദ്ദേഹം പ്രശസ്തനായിരുന്നു? ധീരയോദ്ധാവ്, പ്രഗൽഭ പ്രസംഗകൻ, ഉന്നത പണ്ഡിതൻ, സാഹിത്യകാരൻ എന്നീ നിലക്കെല്ലാം അദ്ദേഹം പ്രശസ്തനായിരുന്നു അലി റളിയല്ലാഹു അൻഹു. ഭരണാധികാരിയായിട്ട് പോലും ലളിത ജീവിതമാണ് അദ്ദേഹം നയിച്ചത്. ഭരണാധികാരിയായിട്ട് പോലും ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു അൻഹു ലളിതമായ, വളരെ ലളിതമായ ജീവിതമായിരുന്നു അവിടുന്ന് നയിച്ചിരുന്നത്. അതിനൊരു സംഭവം പറയുന്നു. തണുപ്പിൽ വിറച്ച് കട്ടിയില്ലാത്ത പുതപ്പുമായി അദ്ദേഹത്തെ കണ്ടപ്പോൾ ഒരാൾ ചോദിച്ചു, നിങ്ങൾ ഖലീഫയല്ലേ? ബൈത്തുൽ മാലിൽ നിന്ന് പണമെടുത്ത് ഒരു നല്ല പുതപ്പ് വാങ്ങിക്കൂടെ? അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, സ്വന്തം ആവശ്യത്തിന് വേണ്ടി പൊതു ഖജനാവിൽ നിന്ന് ചെലവഴിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അലി റളിയല്ലാഹു അൻഹു ഒരു തണുപ്പുള്ള രാത്രിയിൽ തണുത്തിട്ട് അലി റളിയല്ലാഹു അൻഹു വിറച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങിയതാണ്. ആ പുറത്തേക്ക് ഇറങ്ങിയ സമയത്ത് കാണുന്ന ഒരു മനുഷ്യൻ കാണാണ്, കട്ടിയില്ലാത്ത പുതപ്പാണ് അലി റളിയല്ലാഹു അൻഹു ധരിച്ചിട്ടുള്ളത്. അപ്പോഴാണ് അലി റളിയല്ലാഹു അൻഹു ചോദിക്കുന്നത്, നിങ്ങൾ ഖലീഫയല്ലേ? നിങ്ങൾക്ക് ബൈത്തുൽ മാലിൽ നിന്ന് പണമെടുത്ത് സമ്പത്തെടുത്തിട്ട് നല്ലൊരു പുതപ്പ് വാങ്ങിക്കൂടെ എന്ന്. അപ്പോൾ അലി റളിയല്ലാഹു അൻഹു ആ മനുഷ്യനോട് പറഞ്ഞതെന്താ? സ്വന്തം ആവശ്യത്തിന് വേണ്ടി, എൻ്റെ ആവശ്യത്തിന് വേണ്ടി, എൻ്റെ സ്വന്തം ആവശ്യത്തിന് വേണ്ടി പൊതു ഖജനാവിൽ നിന്ന് ചെലവഴിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു. അത്രക്കും ലളിതമായ ജീവിതമായിരുന്നു അലി റളിയല്ലാഹു അൻഹു നയിച്ചിരുന്നത്. ബനു ഹാശിം വംശത്തിൽ അബൂ ത്വാലിബിൻ്റെ മകനായി അദ്ദേഹം ജനിച്ചു. ഫാത്തിമയായിരുന്നു ഉമ്മ. ഹൈദർ, അസദുല്ല എന്നീ സ്ഥാനപ്പേരുകൾ അദ്ദേഹത്തിനുണ്ട്. ബനു ഹാശിം വംശത്തിലാണ് ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു അൻഹു ജനിക്കുന്നത്. ആരുടെ മകനായിട്ടാണ് ജനിച്ചത്? അബൂ ത്വാലിബിൻ്റെ മകൻ. അലി റളിയല്ലാഹു അൻഹുവിൻ്റെ ഉപ്പാൻ്റെ പേരെന്താ? അബൂ ത്വാലിബ് എന്നാണ് ഉപ്പാൻ്റെ പേര്. ഫാത്തിമയായിരുന്നു ഉമ്മ. ഉമ്മാൻ്റെ പേര് ഫാത്തിമ എന്നുമാണ്. ഏതെല്ലാം പേരുകളിലാണ് ബഹുമാനപ്പെട്ടവർ അറിയപ്പെട്ടത്? സ്ഥാനപ്പേരുകളിലാണ് ഹൈദർ, അസദുല്ല എന്നീ സ്ഥാനപ്പേരുകൾ അദ്ദേഹത്തിനുണ്ടായിരുന്നു. ആ പേരുകളിലൊക്കെ ബഹുമാനപ്പെട്ടവരെ അറിയപ്പെട്ടിരുന്നു. അലി റളിയല്ലാഹു അൻഹുവിനെ വധിക്കാൻ ഖവാരിജുകൾ ഗൂഢാലോചന നടത്തി. ഖവാരിജുകൾ എന്ത് ചെയ്തു? അലി റളിയല്ലാഹു അൻഹുവിനെ വധിക്കാൻ, കൊല്ലാൻ എന്ത് ചെയ്തു? ഗൂഢാലോചന നടത്തി. അദ്ദേഹത്തെ എതിർക്കുന്നവരായിരുന്നു അവർ. അലി റളിയല്ലാഹു അൻഹുവിനെ എതിർക്കുന്ന ഒരു വിഭാഗം ആളുകളായിരുന്നു ഈ ഖവാരിജുകൾ. അവരെന്ത് ചെയ്തു? അലി റളിയല്ലാഹു അൻഹുവിനെ വധിക്കാൻ വേണ്ടി തീരുമാനിച്ചു. അവരിൽപ്പെട്ട അബ്ദുറഹ്മാൻ ബിൻ മുൽജിമിനെയാണ് വധിക്കാൻ ചുമതലപ്പെടുത്തിയത്. ഈ ഖവാരിജുകളിൽപ്പെട്ട അബ്ദുറഹ്മാൻ ബിൻ മുൽജിമിനെയാണ് അവരെന്ത് ചെയ്ത് വധിക്കാൻ വേണ്ടി, അലി റളിയല്ലാഹു അൻഹുവിനെ കൊല്ലാൻ വേണ്ടി, വധിക്കാൻ വേണ്ടി ഏൽപ്പിച്ചത്. ആരെയാണ്? അബ്ദുറഹ്മാൻ ബിൻ മുൽജിമിനെ. അവൻ ഏത് വിഭാഗത്തിൽപ്പെട്ട ആളാണ്? ഖവാരിജുകളിൽപ്പെട്ട ആളാണ്. അങ്ങനെ കൂഫയിലെത്തിയ അയാൾ റമദാൻ 17 അലി റളിയല്ലാഹു അൻഹു സുബഹി നിസ്കാരത്തിന് ഇറങ്ങുമ്പോൾ നെറ്റിയിൽ വെട്ടുകയും 3-ാം ദിവസം അദ്ദേഹം വഫാത്താവുകയും ചെയ്തു. ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു അൻഹു വധിക്കാൻ വേണ്ടിയിട്ട് ഈ ഇബ്നു മുൽജിം എന്ന് പറയുന്ന അബ്ദുറഹ്മാൻ ബിൻ മുൽജിം എന്ന് പറയുന്ന ആ മനുഷ്യനെ ഇവിടെ എത്തി, കൂഫയിലെത്തി. ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു അൻഹു റമദാൻ 17 സുബഹിക്ക് നിസ്കരിക്കാൻ വേണ്ടി പുറത്തിറങ്ങിയപ്പോൾ, നിസ്കാരത്തിന് വേണ്ടി ഇറങ്ങിയപ്പോൾ ആ മനുഷ്യൻ, ഇബ്നു മുൽജിം എന്ന് പറയുന്ന ആ മനുഷ്യൻ ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു അൻഹുവിൻ്റെ നെറ്റിയിൽ വെട്ടി. ആ വെട്ട് കാരണത്താൽ ബഹുമാനപ്പെട്ടവർ, ആ വെട്ടിൻ്റെ കാരണത്താൽ തന്നെ 3-ാം ദിവസം ബഹുമാനപ്പെട്ടവരെന്ത് ചെയ്തു? വഫാത്തായി. അലി റളിയല്ലാഹു അൻഹു വഫാത്തായി. ജനാസ കൂഫയിൽ തന്നെ മറവ് ചെയ്തു. ഭരണത്തിൽ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ മാതൃകയായിരുന്നു അദ്ദേഹം പിന്തുടർന്നത്. ബഹുമാനപ്പെട്ടവരുടെ ജനാസ കബറടക്കിയത് കൂഫയിലാണ്. ആരുടെ മാതൃകയായിരുന്നു ബഹുമാനപ്പെട്ടവർ ഭരണം നടത്തിയിരുന്നത്? മാതൃകയിലാണ് ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ മാതൃകയിൽ.
സംഭവബഹുലമായ അദ്ദേഹത്തിൻ്റെ ഭരണകാലം 4 വർഷവും 9 മാസവുമായിരുന്നു. അലി റളിയല്ലാഹു അൻഹുവിൻ്റെ ഭരണകാലം 4 വർഷവും 9 മാസവും. അലി റളിയല്ലാഹു അൻഹുവിൻ്റെ ഷഹാദത്തോടെ ഖിലാഫത്തിൻ്റെ സുവർണ കാലഘട്ടം അവസാനിച്ചു. അലി റളിയല്ലാഹു അൻഹുവിൻ്റെ വഫാത്തോടെ 4 ഖുലഫാഉർ റാഷിദുകളാണുള്ളത്. ആ ഖിലാഫത്തിൻ്റെ അലി റളിയല്ലാഹു അൻഹു ഷഹീദായതോടുകൂടെ ഖിലാഫത്തിൻ്റെ സുവർണകാലം ചെയ്തു അവസാനിച്ചു. അവ്വല മൻ അസ്ലമ മിനസ് സിബിയാനി അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു. കുട്ടികളിൽ ആദ്യം മുസ്ലിമായത് അലി റളിയല്ലാഹു അൻഹു ആണ്. ഇൻഷാ അല്ലാഹ് ഇനി നമുക്ക് തദ്രീബാത്ത് നോക്കാം. നഖ്റഉ വ നഫ്ഹം. ഒന്നാമത്തത് കൂഫ എന്ന് പറഞ്ഞാൽ ഇറാഖിലെ ഒരു നഗരം. മുനാഫിഖ് കപടവിശ്വാസി. ബാബുൻ കവാടം. അസദുല്ല അള്ളാഹുവിൻ്റെ സിംഹം. ഹിസ്ൻ എന്ന് പറഞ്ഞാൽ കോട്ട. ഖിതാല യുദ്ധം. ഹൈദർ എന്ന് പറഞ്ഞാൽ വീരപ്പുലി. ഇനി ബാക്കിയുള്ള അറബി വാക്യങ്ങളൊക്കെ കൃത്യമായിട്ട് വായിച്ച് മനസ്സിലാക്കുക. ഖൈബർ മദീനയിൽ നിന്ന് 153 കിലോമീറ്റർ ദൂരമുള്ള സ്ഥലം. തബൂക്ക് മദീനയിൽ നിന്ന് 682 കിലോമീറ്റർ ദൂരമുള്ള പട്ടണം. ഇനി രണ്ടാമത്തേത് നംലഉൽ ജദ്വല, പട്ടിക പൂർത്തിയാക്കാനാണ്. ആ പട്ടിക അലി റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് പട്ടികയിൽ. ഒന്നാമത്തേത് പിതാവ് അലി റളിയല്ലാഹു പിതാവിൻ്റെ പേരെന്താ? അബൂ ത്വാലിബ്. ഗോത്രം ഖുറൈശി ഗോത്രം. മാതാവിൻ്റെ പേര് ഫാത്തിമ. ഇസ്ലാം സ്വീകരിച്ചപ്പോഴുള്ള പ്രായം എത്രാമത്തെ വയസ്സിലാണ് ഇസ്ലാം സ്വീകരിച്ചത്? 10 വയസ്സ്. ഇനി പങ്കെടുത്ത യുദ്ധങ്ങൾ തബൂക്ക് ഒഴികെയുള്ള എല്ലാ യുദ്ധങ്ങളിലും ബഹുമാനപ്പെട്ടവർ പങ്കെടുത്തു. സ്ഥാനപ്പേര് ഹൈദർ, അസദുല്ല. ഘാതകൻ ആരെ കൊന്നത്? ബഹുമാനപ്പെട്ടവരെ അബ്ദുറഹ്മാൻ ബിനു മുൽജിം. ഖബർ സ്ഥിതി ചെയ്യുന്ന സ്ഥലം കൂഫ. ഭരണകാലം 4 വർഷവും 9 മാസവും. ഭാര്യ ഫാത്തിമ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മകൾ ഫാത്തിമ റളിയല്ലാഹു അൻഹ. ഇനി അടുത്ത് മൂന്നാമത്തെ നുബയ്യിന സിയാഖ്, സന്ദർഭം വിവരിക്കാനാണ്. എന്താണത് സന്ദർഭം വിവരിക്കാനുള്ളത്? അയാളുടെ നേതൃത്വത്തിൽ മുസ്ലിങ്ങൾ യുദ്ധം ജയിക്കും. ഇത് ആരോട് പറഞ്ഞു, എപ്പോൾ പറഞ്ഞു എന്നുള്ള. ഖൈബർ യുദ്ധ പതാക കൈമാറുന്നതുമായി ബന്ധപ്പെട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബികളോട് പറഞ്ഞു, അള്ളാഹുവും റസൂലും ഇഷ്ടപ്പെടുന്ന ഒരാൾക്ക് നാളെ ഞാൻ ഈ പതാക നൽകും. അയാളുടെ നേതൃത്വത്തിൽ മുസ്ലിങ്ങൾ യുദ്ധം വിജയിക്കും. ഇനി രണ്ടാമത്തത് സ്വന്തം ആവശ്യത്തിന്, സന്ദർഭം വിവരിക്കാനുള്ള രണ്ടാമത്തെ സ്വന്തം ആവശ്യത്തിന് പൊതു ഖജനാവിൽ നിന്ന് ചെലവഴിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ആര് എപ്പോൾ പറഞ്ഞു? അതാണ് ചോദ്യം. ഏത് സാഹചര്യം, ആരോട് പറഞ്ഞു? തണുപ്പിൽ വിറച്ച് കട്ടിയില്ലാത്ത പുതപ്പുമായി അലി റളിയല്ലാഹു അൻഹുവിനെ കണ്ടപ്പോൾ ഒരാൾ ചോദിച്ചു, നിങ്ങൾ ഖലീഫയല്ലേ? ബൈത്തുൽ മാലിൽ നിന്ന് പണമെടുത്ത് ഒരു നല്ല പുതപ്പ് വാങ്ങിക്കൂടെ? അപ്പോൾ അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, സ്വന്തം ആവശ്യത്തിന് പൊതു ഖജനാവിൽ നിന്ന് ചെലവഴിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇനി അടുത്ത് നംലഉൽ ഫറാഗ്, വിട്ട ഭാഗം പൂരിപ്പിക്കാനാണ്. ഒന്നാമത്തത് ഖൈബർ യുദ്ധത്തിൽ ഡാഷ് റളിയല്ലാഹു അൻഹുവിൻ്റെ നേതൃത്വത്തിൽ മുസ്ലിങ്ങൾക്ക് വിജയമുണ്ടായി. ആരുടെ നേതൃത്വത്തിലാണ്? അലി റളിയല്ലാഹു അൻഹുവിൻ്റെ നേതൃത്വത്തിൽ. അതിൽ രണ്ടാമത്തത് തബൂക്ക് യുദ്ധത്തിൽ മദീനയിൽ ഡാഷ് നിന്നതിനാൽ അലി റളിയല്ലാഹു അൻഹു പങ്കെടുത്തില്ല. തബൂക്ക് യുദ്ധത്തിൽ മദീനയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രതിനിധിയായി നിന്നതിനാൽ അലി റളിയല്ലാഹു അൻഹു പങ്കെടുത്തില്ല. 3 കുട്ടികളിൽ ആദ്യം മുസ്ലിമായത് അലി റളിയല്ലാഹു അൻഹു ആണ്. 4 അലി റളിയല്ലാഹു അൻഹുവിൻ്റെ പിതാവ് അബൂ ത്വാലിബാണ്. 5 ഖവാരിജികളിൽപ്പെട്ട അബ്ദുറഹ്മാൻ ബിൻ മുൽജിം അലി റളിയല്ലാഹു അൻഹുവിനെ വധിച്ചു. 6 അലി റളിയല്ലാഹു അൻഹുവിൻ്റെ ഷഹാദത്തോടെ ഖിലാഫത്തിൻ്റെ സുവർണകാലം അവസാനിച്ചു. ഇനി അഞ്ചാമത്തെ നുജീബ് ഉത്തരം എഴുതാനാണ്. 1 നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റ പോകുമ്പോൾ അലി റളിയല്ലാഹു അൻഹുവിനെ എന്താണ് ഏൽപ്പിച്ചത്? ആൻസർ, ഖുറൈശികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഏൽപ്പിച്ച സൂക്ഷിപ്പ് സ്വത്തുക്കൾ. 2 അലി റളിയല്ലാഹു അൻഹുവിനെ ആരാണ് ഖലീഫയായി തിരഞ്ഞെടുത്തത്? സ്വഹാബികളിൽ നിന്നുള്ള പ്രമുഖർ. ഇനി മൂന്നാമത്തെ, അലി റളിയല്ലാഹു അൻഹു ഏതെല്ലാം നിലകളിൽ പ്രശസ്തനായിരുന്നു? ആൻസർ, ധീരയോദ്ധാവ്, പ്രഗത്ഭ പ്രസംഗകൻ, ഉന്നത പണ്ഡിതൻ, സാഹിത്യകാരൻ എന്നീ നിലകളിൽ. 4 ഖൈബർ യുദ്ധം നടന്നത് ആര് തമ്മിലാണ് ഖൈബർ യുദ്ധം നടന്നത്? ആൻസർ, മുസ്ലിങ്ങളും യഹൂദികളും തമ്മിൽ. 5 അലി റളിയല്ലാഹു അൻഹുവിൻ്റെ ഭരണകാലം എത്ര? അലി റളിയല്ലാഹു അൻഹുവിൻ്റെ ഭരണകാലം എത്രയാണ്? 4 വർഷവും 9 മാസവും. ഇനി ആറാമത്തെ അർത്ഥം ഇതാണ്, ബൈത്തുൽ മാൽ. എന്താ ബൈത്തുൽ മാൽ പറഞ്ഞാൽ? പൊതു ഖജനാവ് എന്നാണ് ബൈത്തുൽ മാലിൻ്റെ അർത്ഥം. അടുത്ത അലിയുൻ ഹസദുല്ല, ഇതൊക്കെ എവിടെ ഉണ്ട്? നമ്മളെ തെരിവാതിൽ അർത്ഥം കൊടുത്തിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ സിംഹം. 3 ഹിസ്നു ഖൈബർ, ഹിസ്ന പറഞ്ഞാൽ കോട്ട എന്ന്. അപ്പോൾ ഖൈബർ കോട്ട, ഹിസ്ന പറഞ്ഞാൽ കോട്ട, ഖൈബർ കോട്ട.
ഇനി ഇവിടെ കൊടുത്തിട്ടുള്ളത് തഖ്സീസ് മാപ്പിൽ നോക്കി, മാപ്പിൽ മക്ക, മദീന, തബൂക്ക്, ഖൈബർ എന്നിവ അടയാളപ്പെടുത്തുക എന്നുള്ള. മാപ്പിൽ നോക്കിയിട്ട് എന്ത് ചെയ്യണം? മക്ക നമുക്ക് എന്ത് ചെയ്യണം? അടയാളപ്പെടുത്തണം. ഇതാണ് മക്കുള്ളത്. പിന്നെ മദീനയാണ് അടയാളപ്പെടുത്തേണ്ടത്. മദീന മദീന തൊട്ട് മുകളിൽ തന്നെ മദീനയുണ്ട്. അങ്ങനെ പിന്നെ അടയാളപ്പെടുത്തേണ്ടതാണിത് ഖൈബർ എന്ത് ചെയ്യുക? അടയാളപ്പെടുത്തുക. ഈ കാര്യങ്ങളാണ് അതിൽ സൂചിപ്പിച്ചിട്ടുള്ളത്. ഖൈബർ അത് മദീനയുടെ തൊട്ട് മേലെ തന്നെ ഉണ്ട് ഖൈബർ. ആ ഭാഗങ്ങൾ അടയാളപ്പെടുത്തുക എന്നുള്ള അതിൽ നോക്കിയിട്ട്. ഇനിയാണ് തഖ്സീസിൽ രണ്ടാമത്തേത്, ഖൈബർ യുദ്ധവുമായി ബന്ധപ്പെട്ട ചരിത്ര പുസ്തകങ്ങൾ കണ്ടെത്തി വായിച്ച് ക്ലാസ്സിൽ അവതരിപ്പിക്കുക. അപ്പോൾ ഖൈബർ യുദ്ധവുമായി ബന്ധപ്പെട്ട ചരിത്രങ്ങൾ ക്ലാസ്സിൽ അവതരിപ്പിക്കുക എന്നുള്ളതാണ് അവസാനം പറഞ്ഞത്. ഇൻഷാ അല്ലാഹ് ഇതോടെ പാഠം കഴിഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു വ തആല ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു അൻഹുവിൻ്റെ ബറക്കത്ത് കൊണ്ട് നമുക്കെല്ലാവർക്കും ഉപകാരപ്രദമായ അറിവ് അല്ലാഹു തആല നൽകുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് പരീക്ഷകളൊക്കെയാണ് വരാൻ പോകുന്നത്. കൃത്യമായിട്ട് പഠിക്കണം. ഓരോ പാഠങ്ങളും പോയിൻ്റാക്കിയിട്ട് പഠിക്കുക. അടിവരട്ട് വെച്ച് ആ പഠിക്കേണ്ട ഭാഗങ്ങൾ മാത്രം നോക്കി പഠിക്കുക. പാഠം നോക്കുമ്പോൾ ചിലപ്പോൾ 2-3 പേജൊക്കെ തോന്നും, പക്ഷെ അതിൽ പഠിക്കാനുള്ള ഭാഗങ്ങൾ കുറച്ചേ ഉണ്ടാവുള്ളൂ. ആ ഭാഗങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചുകൊണ്ട് പഠിച്ചാൽ മതി. വളരെ സിമ്പിളായിട്ട് നമുക്ക് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ കഴിയും. ഇൻഷാ അല്ലാഹ് എല്ലാവരും പ്രത്യേകം ദുആ ചെയ്യണം എന്ന വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.